Hi students, welcome back to Phoenix Learning App. Okay, ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസുകൾ അവ ഫിസിക്സ് എക്സാം ആ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞിരുന്ന ഇന്ന ക്വസ്റ്റ്യനെ വരൂ അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് നിന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസുകൾ അതേപോലെ തന്നെയാണ് എക്സാമിനും ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്തായിരുന്നാലും നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ ഇപ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസുകളുടെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഒരു വർഷമായിട്ട് ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നോക്കണേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുണ്ടാകുന്ന ഫിസിക്കൽ വേൾഡ് എന്നുള്ള ചാപ്റ്ററിന് നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്ന ഭാഗമാണ്. ഇപ്രാവശ്യവും അതേപോലെ തന്നെ പതിവ് തെറ്റിക്കാതെ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ക്വസ്റ്റ്യൻ വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇതിൽ നമുക്കൊരു സംശയം കൂടാതെ പറയാൻ പറ്റും അതിൻ്റെ ആൻസർ എന്തായിരുന്നു? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമുക്കറിയാം, അത് രണ്ട് മാസുകൾ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സാണ്, അല്ലെങ്കിൽ രണ്ട് മാസുകൾ പരസ്പരം ഉണ്ടാകുന്ന ഫോഴ്സാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജുകൾ പരസ്പരം ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ബൈൻഡ്സ് ദി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ബീറ്റ ഡീകെ പ്രോസസ്സുകൾ ഉണ്ടാകുന്ന ഫോഴ്സുകളായിരുന്നു. എന്തായിരുന്നാലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇസ് ഫ്രം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ എന്നായിരുന്നു. അവിടെ കൃത്യമായിട്ട് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫാണ് പറഞ്ഞിട്ടുള്ളത്. സോ സംശയമില്ല, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ഓൾവേസ് ഗീവ്സ് വെലോസിറ്റി. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഗ്രാഫിൽ നിന്ന് പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്ലോപ്പും രണ്ട് ഏരിയയും. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടുമെന്നും പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ നമുക്കൊന്നും കിട്ടില്ല എന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനുശേഷം പറഞ്ഞിരുന്നു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷനും ഏരിയ കണ്ടാൽ നമുക്ക് കിട്ടുന്നത് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കുമെന്നും ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ജെർക്ക് കിട്ടുമെന്നും ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടുമെന്നും പറഞ്ഞിരുന്ന കാര്യം. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇറ്റ്സ് വെലോസിറ്റി ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നോക്കണേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു 1 മാർക്ക്. വെൻ എ മൂവിങ് ബസ്, നമുക്ക് നോക്കണം, ഒരു ബസ് സഡൻലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് സഡൻലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മോഷൻ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് ഫോൾ ചെയ്യും. അങ്ങനെ അതിൻ്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇനേർഷ്യ. ഏതൊരു വസ്തുവിനും അതിൻ്റെ ഉള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ മോഷൻ ആണെങ്കിൽ മോഷനിൽ, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ തുടരാനുള്ള ചാൻസ് അല്ലെങ്കിൽ എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ. മോഷനിലിരിക്കുന്ന ബോഡിയാണ്, അതിന് മോഷന് തന്നെ പോകാനുള്ള ഒരു സാധ്യത എപ്പോഴും അല്ലെങ്കിൽ ടെൻഡൻസി കീപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കോൾഡ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിരുന്നത്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇനേർഷ്യ ഓഫ് മോഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ, നാലാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. സോ നമുക്കറിയാം അത് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സോ ദാറ്റ് ഇസ് ദി ഹുക്സ് ലോ. ഏത് ലോവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു? ഹുക്സ് ലോവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. നോക്കണേ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഒരു പ്യുവർ റൊട്ടേഷനിലാകുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പാർട്ടിക്കിൾസ് എല്ലാം മൂവ് ചെയ്യുന്നത് സെയിം വെലോസിറ്റിയിലായിരിക്കും, സെയിം ആംഗുലർ വെലോസിറ്റിയിലായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ്. ഒരു സംശയമല്ല, റൊട്ടേഷൻ മോഷനിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം തന്നെയായിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? ഒമേഗ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അത് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നോക്കണേ, ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസുകളായിരുന്നു ഒരു മാർക്കിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 4 ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ടി വരുന്നത്. ഇരിക്കട്ടെ, എന്താണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് സെക്ഷനിലേക്ക് പോവുകയാണ്. അവർ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ അല്ലെങ്കിൽ ബോർഡിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കണേ, മാച്ച് ദ ഫോളോവിങ്. ഇവിടെ എ ബി എന്നുള്ള 2 കോളംസ് ഉണ്ട്. ആ 2 കോളംസിൽ ഉണ്ടാകുന്ന ഫോളോവിങ് തിങ്സ് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് ഇയർ ആയിരുന്നു. സോ ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ഇയർ. രണ്ടാമത്തത് തന്നിട്ടുള്ളത് ആംസ്ട്രോങ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആൻഡ് ഫെർമി.
നോക്കണേ, നമുക്കറിയാം ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു ഫ്രീ സ്പേസിലൂടെ, വാക്യത്തിലൂടെ ഒരു വർഷത്തിൽ സഞ്ചരിച്ച ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ. സോ സംശയമില്ല. സോ ലൈറ്റ് ഇയർ ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ 1 ഇയർ വിത്ത് എ വെലോസിറ്റി 310⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ആംസ്ട്രോങ് നമ്മൾ പറഞ്ഞത് തന്നെ. ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റേഞ്ച് ഈസ് ഓൾവേസ് 10⁻⁻10 മീറ്റർ ആയിരുന്നു. സോ അതിൻ്റെ ആൻസർ 10⁻⁻10 ആണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മീൻ ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു ദി സൺ ആണ്. സോ ഇറ്റ്സ് ഓൾസോ വി നോ ദ ആൻസർ. ആൻഡ് ഫെർമി ഈസ് ദി 10⁻15 മീറ്റർ ആയിരുന്നു. ഓക്കെ, ഇതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. സോ വി ഒബ്റ്റെയിൻ ദി 2 മാർക്ക് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് എൻ ഇക്വേഷൻ F = ma. നമുക്കറിയാം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ ന്യൂട്ടൺ 3 ഇമ്പോർട്ടൻസുകൾ ലോസുകൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും 2ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആയിരുന്നു F = ma എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അഥവാ ഫോഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഈ ലോയിൽ നിന്ന് F = നമുക്കറിയാം ലീനിയർ മൊമെൻറ്റം എന്ത് P എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് mv. സ്വാഭാവികമായിട്ടും മാസിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ മാസിനെ പുറത്തെടുത്താൽ ബാക്കി നമുക്ക് കിട്ടുന്നത് dv/dt ആണ്. അങ്ങനെയെങ്കിൽ സോ വി ക്യാൻ സേ F = m ഉണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ എന്ത് പറയുന്നു? ആക്സിലറേഷൻ എന്ന് പറയുന്നു. സോ F = ma. വേറെ F = ma. F എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ആക്സിലറേഷൻ ഈസ് ആൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ വി ക്യാൻ സേ F = ma. സോ F = ma എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഡിറൈവ് ചെയ്യാമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്കിനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ 8ാമത്തെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞത് 2 കാര്യം ഉണ്ടായിരുന്നു. സോ ഇത് 2 മാസസ് m1 m2 എന്നുള്ള 2 മാസുകളായിരുന്നു. ഹാവിങ് ലീനിയർ മൊമെൻറ്റം, സെയിം ലീനിയർ മൊമെൻറ്റം ആയിരുന്നു. വാട്ട്സ് ദി റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജീസ്? സ്വാഭാവികമായിട്ടും റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം നമുക്കറിയാമായിരുന്നു. സോ വി നോ ദാറ്റ് പീസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² / 2m. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² / 2m. ഈ ഒരു ഇക്വേഷന് നമുക്കറിയാം 2 റേഷ്യൂസ് ആണ് കാണേണ്ടത്. അപ്പോൾ K1 ഈസ് ഈക്വൽ ടു p² / 2m1 മാത്രമല്ല K2 ഈസ് ഈക്വൽ ടു p² / 2m2 ആയിരിക്കും. കാരണം മൊമെൻറ്റം സെയിം ആണ്, പക്ഷേ എന്ത് മാത്രമേ ഡിഫർ ആകുന്നുള്ളൂ? മാസ് ഓൺലി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ക്യാൻ സേ ദി K1 / K2 ഈസ് ഈക്വൽ ടു ദ കൈനറ്റിക് എനർജീസ് റേഷ്യൂസ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റേഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? m2 / m1 എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഒരു സംശയമില്ല, വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം p² ക്യാൻസൽ ആയി പോകും, 2 ക്യാൻസൽ ആകും. സോ m2 / m1 ഈസ് ദി റേഷ്യോ ഓഫ് ദി കൈനറ്റിക് എനർജീസ്. അപ്പോൾ ഓർത്തിരിക്കണേ, കൈനറ്റിക് എനർജിൻ്റെ റേഷ്യൂസുകൾ കിട്ടുന്നത് m2 / m1 ആണ്. സോ 9th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദി കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ് ആൻഡ് ലോ ഓഫ് പീരിയഡ്സ്. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ലോ ഓഫ് കെപ്ലേഴ്സിൻ്റെ 3 ലോസുകൾ പഠിച്ചിരുന്നു. നോക്കണേ, ലോ ഓഫ് കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമായിരുന്നു എവരി പ്ലാനറ്റ്സ് ഇൻ ദി യൂണിവേഴ്സ് അല്ലെങ്കിൽ ഓൾ പ്ലാനറ്റ്സ് റിവോൾവിങ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് എന്നുള്ളതായിരുന്നു കെപ്ലേഴ്സിൻ്റെ 1ാമത്തെ ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ് എന്നുള്ളറിയപ്പെടുന്നത്. എല്ലാ പ്ലാനറ്റുകളും ഏത് മോഷനിലെ അല്ലെങ്കിൽ ഏത് സൂര്യന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ആൻ എലിപ്റ്റിക്കൽ പാത്ത്, ഏത് പാത്തിലൂടെ ആയിരിക്കണം? എലിപ്റ്റിക്കൽ പാത്തിലൂടെ ആയിരിക്കണം. വിത്ത് സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ. സൺ ഏതായിരിക്കും? ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുക എന്നായിരുന്നു കെപ്ലേഴ്സിൻ്റെ 1ാമത്തെ ലോ. സോ ഓർത്തിരിക്കണം, ദി ഫസ്റ്റ് ലോസ് അല്ലെങ്കിൽ കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് വിത്ത് സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ. സോ ഇസ് ദി ഫസ്റ്റ് ലോ. അതേപോലെ തന്നെ 3ാമത്തെ ലോ ആയിരുന്നു ദ സ്ക്വയർ ഓഫ് ദി ടൈം പീരിയഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് എന്നുള്ളത്. സോ these are the answers for this question. ഈ ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഓരോ ലോക്കും ഓരോ മാർക്കായിട്ടായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ
നെക്സ്റ്റ് നമുക്ക് ഈ ലോനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളായിരുന്നു. നമ്മളവിടെ പറയുന്നത് 3 ലോസുകളുണ്ട്. കെപ്ലേഴ്സിൻ്റെ ലോ ഓഫ് ഏരിയാസ്, ലോ ഓഫ് പീരിയഡ്സ്, ലോ ഓഫ് ഓർബിറ്റ്. അതിൽ ലോ ഓഫ് ഓർബിറ്റും ലോ ഓഫ് ഏരിയയുമാണ് ചോദിച്ചിട്ടുള്ളത്. 1ാമത്തെ ലോയും 3ാമത്തെ ലോയുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ ശ്രദ്ധിക്കണേ, ദി 10th ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത്. 1350 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു കാറിനെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻ. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണെന്ന് പ്രത്യേകം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു റേഷ്യോ നമുക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമായിരുന്നു. F1A1 = F2A2 ആയിരുന്നു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ സമയത്ത് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്ത അല്ലെങ്കിൽ നമുക്കറിയാമായിരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ടും F1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മാസ് തന്നിട്ടുള്ളത്. സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിരിക്കും നമുക്കവിടെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. സ്വാഭാവികമായിട്ടും F1 നമ്മൾ എന്തെടുക്കുന്നു, ക്വസ്റ്റ്യൻ 1350 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു എന്തെടുക്കണം, 9.8, ദാറ്റ് ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇൻറ്റു A1 കാണണമെങ്കിൽ നമുക്ക് ഏരിയ ഇവിടെ പ്രത്യേകം തന്നിട്ടുള്ളത് റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും ആ റേഡിയസിനെ ഏതിലേക്ക് മാറ്റേണ്ടി വരും, ഏരിയയിലേക്ക് മാറ്റണം. സോ നമുക്കറിയാം സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ πr². ഇവിടെ റേഡിയസ് 5² ആണ്. സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്താലും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇക്വേറ്റ് ചെയ്യുന്ന കാരണത്താൽ ആ കൺവേർഷൻ ടേം എന്തായിട്ട് പോകും, ക്യാൻസലായി പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇവിടെ F2 നമുക്കറിയില്ല, അതാണ് കാണേണ്ടത്. A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പിസ്റ്റത്തിൻ്റെ ഏരിയ. ഓക്കെ, നോക്കണേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ സ്വാഭാവികമായിട്ടും കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി സ്മാൾ പിസ്റ്റൺ. ആ സ്മാൾ പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഏരിയ. ഓക്കെ, നമുക്കെന്താ കാണേണ്ടത്, ഫോഴ്സ് ആണ് കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, π × r². സോ ഇറ്റ് ഈസ് 15 സെൻറ്റിമീറ്റർ ഹോൾ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് π ക്യാൻസൽ ആയിട്ട് പോയി. Therefore F2 = 1350 × 9.8 നമുക്ക് കിട്ടുന്നത് ബാക്കി ഇൻറ്റു 5² ഡിവൈഡഡ് ബൈ 15 × 15 എന്ന് കിട്ടും. സോ നാച്ചുറലി വി ക്യാൻ സോൾവ് ദിസ്. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1470 ന്യൂട്ടൺ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് 1470 ന്യൂട്ടൺ ആയിരിക്കും F2 എന്നുള്ള ഫോഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ ഇതായിരുന്നു 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് സർക്കുലാർ ഡിസ്ക് റേഡിയസ് R ആണ്. രണ്ടാമത്തെ കോളത്തിൽ പെർപെൻഡിക്കുലർ ടു ഡിസ്ക് അറ്റ് സെൻറ്റർ. ആക്സ് എങ്ങനെ ആയിരിക്കും, ഡിസ്കിൻ്റെ സെൻറ്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമായിരുന്നു അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആയിരുന്നു. രണ്ടാമത്തത് തിൻ സർക്കുലാർ റിംഗ് ആയിരുന്നു. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് mr²/2 ആയിരുന്നു. അപ്പോൾ സർക്കുലാർ റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്. എബൌട്ട് ഡയാമീറ്ററിൻ്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആയിരുന്നു നമുക്ക് എത്ര കിട്ടുന്നത്, mr²/2 എന്ന് കിട്ടുന്നത്. സോ ദി എബൌട്ട് ഡയാമീറ്റർ ആയിരുന്നു ആക്സിസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തിൻ റോഡായിരുന്നു. റോഡിൻ്റെ ലെങ്ത് എല്ലാണ്. പെർപെൻഡിക്കുലർ ടു റോഡ് അറ്റ് ദി മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും, ml²/12 ആയിരിക്കും. ഒരു സംശയവുമില്ല, ml²/12. ഓക്കെ, ഇനി നോക്കണേ, മൂന്നാമത്തതിൽ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിൽ താഴെ തന്നിട്ടത് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ അറ്റ് സെൻറ്റർ ആണ്, mr² ആണ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്ലെയിനിന് പെർപെൻഡിക്കുലറും സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതുമായിട്ടുണ്ടാകുന്ന ആക്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr² കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏത് ബോഡി ആയിരിക്കും, നോ ഡൗട്ട് ഇറ്റ് ഷുഡ് ബി എ സർക്കുലാർ റിംഗ്. സോ ഇതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസേഴ്സുകൾ എന്ന് പറഞ്ഞാൽ. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു. പല പ്രാവശ്യം നമ്മളോട് റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു യങ്സ് മോഡുലസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എ സ്റ്റീൽ വയർ ഹാസ് റേഡിയസ് ഓഫ് 10 മില്ലിമീറ്റർ റേഡിയസ് ആയിരുന്നു. സോ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻² മീറ്റർ ആൻഡ് എ ലെങ്ത് ഓഫ് 1 മീറ്റർ. A = 100 kN ആണ്. ഫോഴ്സ് സ്ട്രെച്ചസ് ഇൻ ഇസ് ലെങ്ത്. കാൽക്കുലേറ്റ് ദി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കവിടെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ.
ആ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഫോഴ്സ് വന്നിട്ടുണ്ട്. സോ 100 കിലോ ന്യൂട്ടൺ ആണ്. സോ 10 ക്യൂബ് ന്യൂട്ടൺ. സോ 100 കിലോ ന്യൂട്ടൺ ആയതുകൊണ്ട് തന്നെ 100 × 10 ക്യൂബ് എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഏരിയയാണ്. ഏരിയക്ക് കാണാൻ ഇവിടെ തന്നിട്ടുള്ളത് റേഡിയസ് ആണ്. സോ 10 മില്ലിമീറ്റർ റേഡിയസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. സോ റേഡിയസ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ πr² എന്ന് പറഞ്ഞ ഫോമാറ്റിൽ എഴുതണം. പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു റേഡിയസ് എന്നിട്ടുള്ളത് 10 മില്ലിമീറ്റർ ആണ്. സോ വി ക്യാൻ സേ 10⁻²⁻² മീറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദി സ്ട്രെസ്. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ 10⁸. സോ ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 3.48. സോ ശ്രദ്ധിക്കണേ, വി ഒബ്റ്റെയിൻ ദി ആൻസർ ആസ് 3.48 സോ 3.18 × 10⁸8. സോ ഇറ്റ് ഈസ് ദി സ്ട്രെസ്. ഓർത്തിരിക്കണം, 3.14 × 10⁸8 ഈസ് ദി സ്ട്രെസ് ആണ്. സ്വാഭാവികമായിട്ടും സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ഫോഴ്സ് ബൈ ഏരിയ ഇക്വേഷൻ ആണെങ്കിൽ Nm/m² ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് എന്നുള്ളതും നമുക്കറിയാമായിരുന്നു. സോ 3.18 × 10⁸8 Nm/m². ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കണം. രണ്ടാമത് അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദി എലോങ്ങേഷൻ കാണാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, എലോങ്ങേഷൻ കാണാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എലോങ്ങേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാമായിരുന്നു. ΔL ആണ് എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ΔL. സോ വി ക്യാൻ സേ F × L ഡിവൈഡഡ് ബൈ Y × A എന്നാണ് അവിടെ ഉണ്ടാകുന്ന ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു F × L ഡിവൈഡഡ് ബൈ A × ΔL എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ നിന്ന് കൊണ്ടുവന്ന ചേഞ്ച് ΔL ഈസ് ദി എലോങ്ങേഷൻ. ഓക്കെ, ആ ΔL കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫോഴ്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 100 × 10 ക്യൂബ് ന്യൂട്ടൺ ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ്. അത് ക്വസ്റ്റ്യനിൽ 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 × 10⁻11 ആണ് അവിടെ തന്നിട്ടുള്ള യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ശ്രദ്ധിക്കണേ. സോ നെക്സ്റ്റ് വി വാണ്ട് ടു എ അല്ലേ. സോ ΔL × A എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയയാണ്. സ്വാഭാവികമായിട്ടും ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഏരിയയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് ദിസ് ഏരിയ 3.14 × 10⁻² ഈസ് ദി റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫംഗ്ഷൻസ് കിട്ടിയാൽ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ചേഞ്ചിങ് ലെങ്ത് കാണാൻ പറ്റും. സോ ദാറ്റ് ചേഞ്ചിങ് ലെങ്ത് ഈസ് ദി എലോങ്ങേഷൻ. എന്ന് പറയാൻ പറ്റും. സോ കൃത്യമായിട്ട് നമുക്കതിന് വാല്യൂ കണ്ടുകിട്ടാം. സോ വാല്യൂ കാണുന്നത് ഇറ്റ്സ് വാല്യൂ 1.59 മീറ്റർ ആയിരിക്കും. സോ ഓർത്തിരിക്കണേ. സോ ദി ചേഞ്ച് ഇൻ എലോങ്ങേഷൻ ഈസ് ഓൾവേസ് 1.59 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം. സോ ദി ആൻസർ ഈസ് 1.59 മീറ്റർ. 13th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13th ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡിഫൈൻ ദി ടെർമിനൽ വെലോസിറ്റി. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പാടി പഠിച്ച കാര്യമായിരുന്നു ടെർമിനൽ വെലോസിറ്റി എന്താണെന്നുള്ളത്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന കാര്യം, ഏതെങ്കിലും സ്ഫെറിക്കൽ ബോഡി ഒരു ഫ്ലോയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് അവിടെ എന്ത് ഈക്വലായിട്ട് മാറും എന്ന് പറഞ്ഞു? അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വലായിട്ട് മാറുമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴെങ്കിലും അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആയാൽ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. ദാറ്റ് കോൺസ്റ്റൻ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതായിരുന്നു. ഇനി ശ്രദ്ധിക്കണേ, ആ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വി നോ ദാറ്റ് ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതായിരുന്നു. ദാറ്റ് ഈസ് 2/9 × r² × ρ - σg ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? ഈറ്റ. ഇതായിരുന്നു നമുക്ക് അവിടെ കിട്ടിയിരുന്ന ടെർമിനൽ വെലോസിറ്റിയുടെ സിമ്പിളായിട്ടുണ്ടാകുന്ന റിലേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്നുള്ളത്. ഇത് രണ്ടിനും നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ദി അബൌട്ട് ദി 13th ക്വസ്റ്റ്യൻ. 14th ക്വസ്റ്റ്യൻ. 14th ക്വസ്റ്റ്യനിൽ 2 സ്പ്രിങ്ങുകളും ഒരു ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഒരു പ്രോബ്ലം അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ഹാർമോണിക് മോഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് F ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു -kx എന്ന് പ്രൂവ് ചെയ്താൽ മതി. വിച്ച് മീൻസ് ഇറ്റ് വിൽ ഓൾവേസ് പ്രൊഡ്യൂസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം.
നോക്കണേ, ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു 2 സ്പ്രിങ്ങുകൾ ഒരു മാസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ശ്രദ്ധിക്കണേ, ഇറ്റ്സ് ഹാവ് സ്പ്രിങ് കോൺസ്റ്റന്റ് കെ. ഓക്കെ, 2 ബോഡിയുടെയും സ്പ്രിങ് കോൺസ്റ്റന്റ് കെ ആണ്. 2 ഐഡന്റിക്കൽ സ്പ്രിങ്സ് ആണ്. സ്പ്രിങ് കോൺസ്റ്റന്റ് കെ ആണെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നോക്കണേ, ഈ ഒരു ബോഡിയിൽ ഇവിടെ നിന്ന് ഞാനൊരു F2 എന്നുള്ളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു F1 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് എ ഫോഴ്സ്. സോ ഇവിടുന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം, സോ F1 ഈസ് ഈക്വൽ ടു -kx ആയിരിക്കും. ഇവിടുന്ന് എത്രത്തോളം എലോങ്ങേഷൻ സംഭവിക്കുന്നോ അത്രത്തോളം കംപ്രഷൻ ഈ രണ്ടാമത്തെ സ്പ്രിങ്ങിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ F ഈസ് ഈക്വൽ ടു -kx1 ആണെങ്കിൽ F2 ഈസ് ഈക്വൽ ടു -kx എന്ന് കിട്ടും. സോ 2 സ്പ്രിങ്ങിനുണ്ടാകുന്ന എലോങ്ങേഷൻ, കംപ്രഷൻ വിച്ച് വിൽ ബി സെയിം. അങ്ങനെയെങ്കിൽ വി ക്യാൻ സേ ദി നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2. സോ -kx. So we can say 2kx. So the net force is equal to -2kx. So we can say നമുക്കിവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ കാണുന്ന 2k കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ സേ ഇറ്റ്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്കിതൊരു ഹാർമോണിക് മോഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ F ഈസ് ഈക്വൽ ടു -kx എന്ന് പറഞ്ഞ ഫോമാറ്റ് തന്നെയാണ്. So this is the given question അല്ലെങ്കിൽ the given figure is also a simple harmonic motion. ഇതെന്ത് മോഷൻ തന്നെയാണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെയാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ എ വയർ ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ടെൻഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറ്റുന്നത് സ്പീഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് വേവ് ആയിരുന്നു. വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, √T/μ. ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന മാസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണണം? മ്യൂ കാണണം. കാരണം ഇവിടെ മാസും ലെങ്ത്തുമാണ് തന്നിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും വി ക്യാൻ ഫൈൻഡ് ദി മാസ് ഇൻ എ യൂണിറ്റ് ലെങ്ത് ദാറ്റ് 5 × 10⁻³ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ആൻഡ് ദി ലെങ്ത് ഓഫ് ദി വയർ ഈസ് 0.72 ആണ്. നമുക്ക് മീറ്റർ ആണ് നമുക്കതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഈ ക്വാണ്ടിറ്റീസുകളെ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സോൾവ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6.9 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന മ്യൂ എന്ന് പറഞ്ഞ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിട്ട് കിട്ടുന്നത്. ശ്രദ്ധിക്കണേ, മാസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണേണ്ടത് വെലോസിറ്റിയാണ്. Therefore velocity is equal to √T. ടെൻഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് 16 ന്യൂട്ടൺ ആണ്. ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞാൽ 6.9 × 10⁻³ സ്വാഭാവികമായിട്ടും ഈ ഒരു ടേമിന് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സോ വി ക്യാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി 93 m/s. മനസ്സിലാക്കണേ, 93 m/s ആയിരിക്കും നമുക്ക് ആ 15th ക്വസ്റ്റ്യൻ്റെ വെലോസിറ്റി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ 3rd സെക്ഷനിലേക്ക് വരാൻ പോവുകയാണ്. ദാറ്റ് ദ സ്കോർ ഹാവിങ് 3 മാർക്ക്, 3 മാർക്ക് കിട്ടുന്ന സ്കോർ അല്ലെങ്കിൽ 3 മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതിൽ 16ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സോ ദി സ്റ്റേറ്റ് ദി ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടായിരിക്കും, സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദി ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ടേം ആയിരുന്നു സ്റ്റേറ്റ് ദി ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കണം? ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 16th ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതായിരുന്നു, 1 മാർക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസിങ് ദി പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട് ആണ്. അവിടെ കൃത്യമായിട്ട് തന്നിരുന്ന ഇക്വേഷൻ x ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ at² എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു. സോ യുക്ക് പകരം v0t എന്നാണ്, സോറി ut തന്നെയാണ് അല്ലേ. സോ ut പ്ലസ് ½ at² എന്നുള്ള ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആവണമല്ലോ. സോ x എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, സോ ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് L. u എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, ഡയമെൻഷൻ L t⁻⁻⁻⁻⁻. t എന്ന് പറഞ്ഞാൽ ടൈമാണ്, ഡയമെൻഷൻ t.
സോ ഹാഫ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വിച്ച് ഹാവ് നോ ഡയമെൻഷൻ. സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ LT⁻² ആണ് ഡയമെൻഷൻ. ടൈമിൻ്റെ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? T² ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കണേ, T⁻⁻1 ടിയും ക്യാൻസൽ ആയിട്ട് പോകും, T⁻⁻2 ടിയും എന്തായിട്ട് പോകും? ക്യാൻസൽ ആയി പോകും. Therefore we can say dimension of L is equal to L plus L. So we can say L is equal to 2L. L is equal to 2L. നമുക്ക് പറയാൻ പറ്റും 2 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് അല്ലേ, ആ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ലല്ലോ. Therefore we can say dimension of LHS equal to dimension of RHS. Therefore the given equation is dimensionally correct. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഡയമെൻഷനാണ് ഈക്വൽ ആയിട്ട് മാറുന്നത്. സോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിത്ത് നീറ്റ് ഡയഗ്രാം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓർത്തിരിക്കണേ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഒരു സർക്കുലാർ പാത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ സർക്കുലാർ പാത്ത്. നോക്കണം, സോ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ. സോ നോക്കണേ, ഒരു സർക്കുലാർ പാത്തിലൂടെ സഞ്ചരിക്കുന്ന ബോഡിക്കാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. സോ നോക്കണം, ഈ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? മൂവ് ചെയ്യാൻ പോവുകയാണ്. സോ നോക്കണേ, ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ഈ ഒരു റേഡിയസും ഇതും രണ്ടും റേഡിയസ് തന്നെയാണല്ലോ. സോ ഇതിനെ R1 എന്നും ഇതിനെ വെക്ടറിനെ ഞാൻ R2 എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം R1 = R2 = R. ബിക്കോസ് ആ രണ്ടും എന്ത് തന്നെയാണ്? റേഡിയസ് ആയതുകൊണ്ട് തന്നെ. സോ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതെന്തായിരിക്കും? ഇറ്റ് ഈസ് Δr. ഈ രണ്ട് ചേഞ്ച് ഇൻ R ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ. ഇതേ കേസ് തന്നെ ഇവിടെ തന്നെ നമുക്ക് എന്തിനെക്കുറിച്ചും പറയാം? അതിൻ്റെ വെലോസിറ്റി വെക്ടർ. നമുക്കറിയാം ഒരു സർക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കുന്ന ബോഡിയാണെങ്കിൽ വെലോസിറ്റി വെക്ടർ എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും. സോ ഇറ്റ്സ് എ വെലോസിറ്റി V1, ഇറ്റ്സ് അനദർ വെലോസിറ്റി V2 എന്നുള്ളത്. ആ വെലോസിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഓരോ വെക്ടേഴ്സുകളായിട്ട് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സോ ഇറ്റ് ഈസ് V1 ആൻഡ് ഇറ്റ് ഈസ് V2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദിസ് ഈസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി Δv. അങ്ങനെയെങ്കിൽ ഇവിടെ കിട്ടുന്ന 2 ട്രയാങ്കിളുകളുണ്ട്. ആ 2 ട്രയാങ്കിളുകളും നമുക്ക് സിമിലർ ട്രയാങ്കിളുകൾ എന്നുള്ള കൺസെപ്റ്റാണ്. 2 ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവയുടെ റേഷ്യൂസുകളുടെ സൈഡുകളുടെ റേഷ്യൂസ് എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ Δv ഡിവൈഡഡ് ബൈ Δt ഈസ് ഈക്വൽ ടു Δv ഡിവൈഡഡ് ബൈ Δr ഈസ് ഈക്വൽ ടു ഈ സൈഡുകളുടെ റേഷ്യൂസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ വി ക്യാൻ സേ V1 ഡിവൈഡഡ് ബൈ R1. നോക്കട്ടെ, നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. ആ യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും ഈക്വൽ ആയിരിക്കും? V1 = V2 = V തന്നെയായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന V1 നമുക്ക് എന്ത് പറയാൻ പറ്റും? V എന്ന് പറയാൻ പറ്റും. R1 എന്നും എന്ത് പറയാൻ പറ്റും? R എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് എ യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ Δr ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വി ക്യാൻ ഒബ്റ്റെയിൻ Δv = V/R × Δr. 2 സൈഡിലും ഒരു Δt കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ Δt കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു, Δt കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആക്സിലറേഷൻ. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ടേം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. സോ V/R, R എന്ന് പറഞ്ഞാൽ Δr/Δt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ആണ്. അതിന് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? വി ക്യാൻ സേ ഇറ്റ്സ് വെലോസിറ്റി എന്ന് പറഞ്ഞിരുന്നത്, ലീനിയർ വെലോസിറ്റി. സോ V × V എന്തായിരിക്കും? V² ആയിരിക്കും. Therefore centripetal acceleration is equal to V²/R. So the answer is derived. ഇങ്ങനെയായിരുന്നു നമ്മളതിൻ്റെ പ്രൂഫ് ഡിറൈവ് ചെയ്തിരുന്നത്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഓർത്തിരിക്കണേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ഐസ് എന്ന് പറയാം സിമിലർ ട്രയാങ്കിളുകൾ കൺസെപ്റ്റാണ്. അവിടെ സൈഡുകളുടെ റേഷ്യൂസുകൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഫോർ ദി സിമിലർ ട്രയാങ്കിൾസ്. 18th question. An object dropped from a height h show the conservation at ABC. ABC എന്നുള്ള 3 പോയിന്റിൽ ഉണ്ടാകുന്ന എനർജി കൺസേർവ്ഡ് ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡ്, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിറൈവ് ചെയ്ത് പലപ്പോഴായിട്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നിരുന്നാലും നോക്കാം, ഈ ഒരു ഫിഗറിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഒരു മാസ് എന്ത് ചെയ്യുന്നു? ഒരു H എന്ന് പറഞ്ഞ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് ഇൻ ടു എ ഗ്രൗണ്ട്. ആ ടോപ്പ് പോയിന്റ് A ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് മറ്റൊരു പോർഷനിലേക്ക് എത്തുന്നു. സോ ദാറ്റ് ഈസ് ദി പോയിന്റ് B ആണെന്നും ബാക്കി കാണുന്ന ആ ഒരു ഹൈറ്റ് സ്മോൾ ലെറ്റർ H ആണെന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഈ 3 പോയിന്റിലുണ്ടാകുന്ന
എനർജിയും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും നോക്കണേ, എ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുമ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്കറിയാം അതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ mgh ആണ്. ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ H ആണ്. അവിടെ വെലോസിറ്റി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളത് സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് mgh പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? mgh ആയിരിക്കും. ഇനി ബി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ബി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കണേ, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ആ ഒരു ബോഡിക്ക് എന്തുണ്ടായിരിക്കും? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mg ഹൈറ്റ് ആണ്. ഹൈറ്റ് എത്രയാണ്? സ്മോൾ ലെറ്റർ h ആണ്. ഇനി നമുക്ക് കാണേണ്ടത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ ആണ്. പക്ഷേ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്പ്ലേസ്മെൻറ്റ്. വെലോസിറ്റി എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കണം, അപ്പോൾ ആദ്യം ഈ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി നോ ദാറ്റ് v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ. സോ ശ്രദ്ധിക്കണേ, ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആണോ? അല്ല, പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ വി ക്യാൻ സേ v² ഈസ് ഈക്വൽ ടു 2a എന്തായിട്ട് മാറും? g ആയിട്ട് മാറും. എസ് എന്ന് പറഞ്ഞാൽ ആ ബോൾ സഞ്ചരിച്ച ദൂരമാണ്. അത് എ നിന്ന് ബിയിലേക്കാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ആ ദൂരം എന്ന് പറഞ്ഞാൽ h മൈനസ് സ്മോൾ ലെറ്റർ h ആണ്. സോ h മൈനസ് h ആണ്. സോ v² വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. So we obtain the kinetic energy is equal to നോക്കണേ half into m into v² എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം 2gh minus h ആണ്. സോ ഇവിടുന്ന് 2 ക്യാൻസൽ ആയി പോകും. Therefore kinetic energy is equal to ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ mgh minus mg small letter h. Therefore total energy എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. നോക്കണേ, പൊട്ടൻഷ്യൽ എനർജി mgh അല്ലേ കിട്ടിയത്, ഇവിടെ മൈനസ് mgh അല്ലേ. അത് പരസ്പരം ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എനർജി എത്രയായിരിക്കണം? mgh. അപ്പോൾ നോക്കണേ, എ എന്ന് പറഞ്ഞ പോയിന്റിലും കിട്ടിയ ടോട്ടൽ എനർജി mgh ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിലും കിട്ടിയ ടോട്ടൽ എനർജി mgh തന്നെയാണ്, സംശയമല്ല. ഇനി സി എന്ന് പറഞ്ഞ പോയിന്റിലും സെയിം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എനർജി കൺസേർവ്ഡ് ആണ്. സി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് 0 ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും, ബിക്കോസ് ദർ ഇസ് നോ ഹൈറ്റ്. പക്ഷേ കൈനറ്റിക് എനർജി 0 ആണോ? അല്ല. സോ കൈനറ്റിക് എനർജി ഹാഫ് v² വെലോസിറ്റി ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാരണത്താൽ v² ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ബാക്കി 2g. എസ് എന്ന് പറഞ്ഞാൽ ആ ബോൾ സഞ്ചരിച്ച ദൂരം. സോ ദാറ്റ് ഈസ് h. സോ v² സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 2gh. അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mv² എന്ന് പറഞ്ഞാൽ 2gh ആണ്. ഇവിടുന്ന് g ക്യാൻസൽ ആയി. therefore കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh. നോക്കണേ, mgh ആണ് കിട്ടിയിട്ടുള്ളത്. സോ ടോട്ടൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് ടോട്ടൽ എനർജി എന്ത് തന്നെയായിരിക്കും? mgh തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും സി എന്ന് പറഞ്ഞ പോയിന്റിലും ദി ടോട്ടൽ എനർജി ഈസ് ആൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, സെയിം ആണ്. therefore എനർജി ഈസ് ആൾവേസ് കൺസേർവ്ഡ്. എവറി പോയിന്റ്, എല്ലാ പോയിന്റിലും എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു പി വി ഡയഗ്രം തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി 4 തെർമോഡൈനാമിക് പ്രോസസ് റെപ്രസെൻറ്റ്സ് ദി പി വി ഡയഗ്രം. ഓക്കെ, ഇവിടെ കാണിക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇത് ഈ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കിളിൻ്റെ പോർഷനാണ്. ആ പോർഷനിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അവിടെ ഉണ്ടാകുന്ന ഗ്രാഫുകൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജീസ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സുകളും അതേപോലെ തന്നെ അഡിയബാറ്റിക് പ്രോസസ്സുമായിരുന്നു. സോ ഐസോതെർമൽ കംപ്രഷൻ ഉണ്ട്, ഐസോതെർമൽ എക്സ്പാൻഷൻ ഉണ്ട്, ബാറിക് അതുപോലെ തന്നെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഉണ്ട്, അഡിയബാറ്റിക് കംപ്രഷൻ ഉണ്ട്. എന്നിങ്ങനെ 4 പ്രോസസ്സുകളാണ് ആ ഒരു പോർഷനിൽ നടക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ എഞ്ചിൻ്റെ പിസ്റ്റൺ വെച്ച് പറഞ്ഞിരുന്നു അല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നു, അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നു, ഫ്യൂവലിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു, അതിനുശേഷം കംപ്രഷൻ നടക്കുന്നു, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ഒരു ചെറിയ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിട്ടാണ് എല്ലാ വാഹനങ്ങളുടെയും എഞ്ചിന് സ്റ്റാർട്ടാവുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ്, ആ ഹൈ ഹീറ്റ് അവിടെ എന്തായിട്ട് മാറ്റുന്നു? ആ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു വർക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, നോക്കണേ, നെക്സ്റ്റ് അതിൽ ബി ക്വസ്റ്റ്യൻ ആയിരുന്നു. 19ലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2 ഡിവൈഡഡ് ബൈ T1.
ഓക്കെ, ഇതായിരുന്നു നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വർഡൻ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിൽ ഉണ്ടാകുന്ന വർഡൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കവിടെ അറിയാമായിരുന്നു വർക്ക് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 PdV എന്നുള്ളൊരു ഇക്വേഷനാണ് വർക്ക് കാണാൻ വേണ്ടി നമ്മൾ തെർമോഡൈനാമിക്കലി യൂസ് ചെയ്യുന്നത്. ആ തെർമോഡൈനാമിക്സിൽ നമുക്കിവിടെ അറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം PV ഈസ് ഈക്വൽ ടു NRT ആണ്. അങ്ങനെയാണെങ്കിൽ P ഈസ് ഈക്വൽ ടു NRT/V ആയിരിക്കും എന്ന് നമുക്ക് അറിയാമായിരുന്നു. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് Pയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ P എന്ന് പറഞ്ഞാൽ NRT/V ഇൻറ്റു DV എന്നാണ്. സോ വോളിയം ചേഞ്ചസ് ഫ്രം V1 to V2. നോക്കണേ, ഇത് ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, R എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ആ ടേമുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷനിൽ നിന്ന് പുറത്ത് എടുക്കാൻ പറ്റും. ബാക്കിയുള്ളത് 1/V dV ലിമിറ്റ് V1 to V2. സോ ഓർത്തിരിക്കണേ, ബാക്കിയുള്ള ഒരേ ഒരു ടേം 1/V dVനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സ്വാഭാവികമായിട്ടും 1/xൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചതാണ് NRT. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ലോഗ് മോഡ് x എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. സോ ഇവിടെ നമ്മൾ നാച്ചുറൽ ലോഗരിതം ചെയ്യാൻ പോവുകയാണ്. ലാൻ V ലിമിറ്റ് V1 to V2, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ക്യാൻ ഒബ്റ്റെയിൻ NRT അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലാൻ V2 മൈനസ് എന്തായിരിക്കും, ലാൻ V1. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി അറിയായിരുന്നു, ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറഞ്ഞാൽ ലോഗ് A/B ആയിരുന്നു. സോ വി ക്യാൻ സേ ദി ഫൈനൽ ആൻസർ NRT ലാൻ V2/V1. സോ ഇറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. സോ വർക്ക് ഈസ് ഈക്വൽ ടു NRT ലാൻ V2/V1 ആയിരുന്നു ദി ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ദി ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. ഓർത്തിരിക്കണം, ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. അതിൻ്റെ B ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി വർഡൻ ഇൻ ഐസോകോറിക് പ്രോസസ്? നമുക്കറിയാം ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഹൂസ് വോള്യൂം ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ വോള്യൂം കോൺസ്റ്റൻ്റ് ആണ്. വോള്യൂം കോൺസ്റ്റൻറ്റ് പ്രോസസ്സുകളെ നമ്മൾ ഐസോകോറിക് എന്നാണ് പറയുക. വോള്യൂം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നോക്കണേ, ഐസോകോറിക് പ്രോസസ്സിൻ്റെ വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ആ ഒരു 20ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഇത് രണ്ടുമായിരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കണം. 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെർട്ടഡ് ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ഫോർ കൈനറ്റിക് തിയറി. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നമ്മളൊരു പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്യൂബൊക്കെ വരച്ചിട്ട് ആ ക്യൂബിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു മോളിക്യൂളിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ ക്യൂബ് ഹാവിങ് സൈഡ് എൽ ലെങ്ത് വരുന്ന അല്ലെങ്കിൽ L സൈഡ് വരുന്ന ഒരു ക്യൂബായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്യൂൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോളിക്യൂളിന് 3 ആക്സുകൾ ഉണ്ടായിരിക്കും. വെലോസിറ്റി അലോങ് X, വെലോസിറ്റി അലോങ് Y, വെലോസിറ്റി അലോങ് Z ഡയറക്ഷൻ. ബിക്കോസ് എ പാർട്ടിക്കിൾ അറ്റ് സ്പേസിൽ ഉണ്ടാകുന്ന പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ 3 ആക്സിസുകൾ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സർഫസിൽ പോയി ഇടിച്ചതിന് ശേഷം തിരിച്ച് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അങ്ങോട്ട് പോകുന്നു, പിന്നെ അവിടെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. സോ -2mvx ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ഡയറക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട്, സോ അവിടുന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. സോ ഫസ്റ്റ് ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. ഫൈനൽ വെലോസിറ്റി അവിടുന്ന് ഇങ്ങോട്ടായതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. സോ -mvx. രണ്ടാമത്തത് ഇവിടുന്ന് അങ്ങോട്ട്, ഇനീഷ്യൽ അങ്ങോട്ടാണ്. സോ -mvx. സോ -2mvx നമുക്ക് എന്ത് കിട്ടും, ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒബ്റ്റെയിൻ ചെയ്യും. നോക്കണേ, ചേഞ്ച് ഇൻ മൊമെൻറ്റം നമുക്ക് കിട്ടുന്നത് 2mvx ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ΔT കാണാം, ചേഞ്ച് ഇൻ ടൈം കാണാം. നോക്കണേ, നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. സോ നോക്കണേ, ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി Vx ആയിരുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കണേ, ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിച്ച് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടാണ്. സോ L. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2L. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാം, F ഈസ് ഈക്വൽ ടു ΔP ഡിവൈഡ് ബൈ ΔT, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ΔP എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരുന്നു 2mvx ആയിരുന്നു, ഡിവൈഡ് ബൈ ΔT എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2L ഡിവൈഡഡ് ബൈ Vx ആണ്. ഇവിടുന്ന് 2 ക്യാൻസൽ ആയി പോകും. Vx മുകളിലോട്ട് പോകുമ്പോൾ Vx സ്ക്വയർ ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ഫോഴ്സ്. പക്ഷെ നമുക്ക് കാണുന്നത് പ്രഷറാണ്. സോ വി നോ ദാറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് ഇക്വേഷൻ.
സോ പറഞ്ഞേ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടെത്തിയിരുന്നു -mvx² ഡിവൈഡ് ബൈ L ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഇറ്റ് ഈസ് L² എന്നല്ലേ കിട്ടുക. സോ ലെങ്ത്തും ബ്രെഡ്ത്തും ക്യൂബ് ആയതുകൊണ്ട് L തന്നെയായിരിക്കും. സോ L². ഈ L² ഇൻറ്റു L റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L² ഇൻറ്റു L എന്ത് കിട്ടും? L³. സോ -vx² ഡിവൈഡഡ് ബൈ L³. സോ നമുക്കറിയാം L³ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇറ്റ്സ് ദി വോള്യൂം ഓഫ് ദാറ്റ് ക്യൂബ്. സോ -mvx² ഡിവൈഡഡ് ബൈ L ദാറ്റ് മീൻസ് വോള്യൂം. ഓക്കെ, വോള്യൂം എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇറ്റ് ഈസ് ഫോർ Vx. നമുക്ക് കാണേണ്ടത് ജനറലാണ്. അപ്പോൾ ജനറലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതേ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് V². സോ ഇറ്റ് ഈസ് VRMS റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയും. റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് Vx² പ്ലസ് Vy² പ്ലസ് Vz² എന്നാണ് പറയാറുള്ളത്. സോ ഒരു കാര്യം മനസ്സിലാക്കണം, ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എ ഗ്യാസ് മോളിക്യൂൾ ത്രൂ XYZ ഈസ് ഓൾവേസ് റിമെയിൻ സെയിം. ഇതെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ VRMS² ഈസ് ഈക്വൽ ടു 3Vx² എന്ന് പറയാം. സോ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? Vx² കിട്ടും. ശ്രദ്ധിക്കണേ, Vx² ഈസ് ഈക്വൽ ടു 1/3V² എന്നാണ് കിട്ടുക. 1/3V². സോ ഈ Vx² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രഷറിന് മറ്റൊരു ഭംഗിയുള്ള ഇക്വേഷൻ കിട്ടും. സോ ദാറ്റ് ഈസ് 3V. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ എൻ റിലേഷൻ. ഓർത്തിരിക്കണേ, ഇതും എന്തിൻ്റെ ഇക്വേഷൻ തന്നെയാണ്? പ്രഷറിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഇതിലും സംശയമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് 1/3 NmV² എന്ന് പറഞ്ഞ ഫോമാറ്റിലൊക്കെ മാത്രം മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു 21ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇനി 22ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ 22ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ പെൻഡുലം ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആ സിമ്പിൾ പെൻഡുലം തന്നിട്ട് അതിൻ്റെ ഫോഴ്സുകൾ മാർക്ക് ദി ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബോബ്. ആ ഒരു ബോബിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സുകൾ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മുകളിലോട്ട് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ബോബിൽ mg എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. മാത്രമല്ല ഈ mg എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ 2 കമ്പോണൻറ്റുകൾ ഉണ്ടായിരിക്കും. ഇത് ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും ആംഗിൾ തീറ്റയായിരിക്കും. സോ ദിസ് കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു mg cos തീറ്റ ആൻഡ് ദിസ് കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു mg sin തീറ്റ. ഇതിൻ്റെ ലെങ്ത്ത് L ആണ്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് L. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സുകൾ. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സുകൾ മെഷർ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാർക്കിന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ടൈം പീരീഡ്, ഇവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു അല്ലെ ഡിസ്റ്റൻസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഫോഴ്സ്. ഇതാണ് ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഫോഴ്സ് mg sin തീറ്റയാണ്. സോ നമുക്ക് കിട്ടുന്നത് -mg sin തീറ്റ ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? L. കിട്ടിയല്ലോ. സോ ഇറ്റ് ഈസ് ദി ടോർക്ക്. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ടോർക്കിന് മറ്റൊരു ഇക്വേഷൻ കൂടി നമുക്കറിയാം, ദാറ്റ് ഈസ് Iα. ടോർക്ക് ഈസ് ഈക്വൽ ടു Iα. ഈ 2 ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് Iα ഈസ് ഈക്വൽ ടു -mg sin തീറ്റ L എന്ന് കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് ആൽഫ, സോ ആൽഫ ഈസ് ഈക്വൽ ടു -mg sin തീറ്റ വെരി സ്മോൾ ആണെങ്കിൽ sin തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? തീറ്റയായിരിക്കും. മാത്രമല്ല I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ml². mr² ആയിരുന്നു. ഒരു ലെങ്ത് L ആയതുകൊണ്ട് ml². ഇവിടുന്ന് L എന്തായിട്ട് പോകും? ക്യാൻസൽ ആയി പോകും. ഒരു എന്തായിട്ട് പോകും? ക്യാൻസൽ ആയി പോകും. സോ ആൽഫ ഈസ് ഈക്വൽ ടു -g/L തീറ്റ. സോ ഈ ഒരു ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു -ω² x എന്ന് പറഞ്ഞ ഫോമാറ്റിലാണ്, അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞ ഫോമാറ്റിലാണ് ഈ ഒരു ഇക്വേഷൻ. സോ A is equal to ω² x. അത് ലീനിയർ ആയിരുന്നു. ഇവിടെ എന്താണ്? റൊട്ടേഷനിലാകുമ്പോൾ ഈ രൂപത്തിൽ വരും. അപ്പോൾ നോക്കണേ, ഈ കാണുന്ന ടേം g/L എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ω². സോ ω² ഈസ് ഈക്വൽ ടു g/L ആണ്. സോ ω ഈസ് ഈക്വൽ ടു √g/L വരും. ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 2π/t ഈസ് ഈക്വൽ ടു √g/L എന്ന് കിട്ടും. സോ വി ക്യാൻ ഫൈൻഡ് ദി ടൈം പീരീഡ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കാണാം. പറഞ്ഞേ, ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു
2 pi root of L by G. So time period is equal to 2 pi root of L by G എന്ന് obtain ചെയ്യും. So it is the relation for the time period of a simple pendulum. അങ്ങനെയാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കണം. ഒരു വേവ് ഇക്വേഷൻ തന്നിട്ട് അത് ട്രാവലിംഗ് വേവ് ആണോ അല്ലേ എന്ന ചോദ്യം ഒരു സംശയവുമില്ല. ദാറ്റ് ഇസ് എ ട്രാവലിംഗ് വേവ്. കാരണം അതിൻ്റെ ആംഗിൾ നോക്കിയാൽ മതി. ഏതൊരു ഫംഗ്ഷനും kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി ഫോമാറ്റിൽ വരുന്ന ഏതൊരു ഫംഗ്ഷൻ ആവട്ടെ, ആ ഫംഗ്ഷൻ എല്ലാം ഏത് വേവ് ആയിരിക്കും? ട്രാവലിംഗ് വേവ് ആയിരിക്കും. സോ ദ ഗിവൺ വേവ് ഈസ് ഓൾസോ എ ട്രാവലിംഗ് വേവ്. വാട്ട് ഡസ് ഒമേഗ ആൻഡ് കെ റെപ്രസെൻറ്റ്സ്? നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണെന്നും കെ എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ ആണെന്നും. ഒമേഗൻ്റെ ഇക്വേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു 2 pi by t ആണ്. വേവ് കെ ഈസ് ഈക്വൽ ടു 2 pi by ലാംഡ ആണെന്നും. ഫൈൻഡ് ഔട്ട് ദി വേവ് ലെങ്ത് ഫ്രം ദി ഇക്വേഷൻ. ഒരു സംശയമല്ല, എന്ത് ചെയ്താൽ മതി? ലാംഡ ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? 2 pi by k ആണ്. കെൻ്റെ വാല്യൂ ക്വസ്റ്റനിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ലാംഡ കാണാൻ പറ്റും. സോ ലാംഡ ഈസ് ഈക്വൽ ടു 2 pi by k ആയിരിക്കും. സോ ഇറ്റ് ഈസ് ദി സിമ്പിൾ ആൻസർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അഥവാ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. സോ ഈച്ച് ക്യാരീസ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്കാണ് ഇനി പോകുന്നത്. നോക്കണേ, an object is projected with initial velocity. What is shape of a path in a projectile motion? ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ടാകുന്ന പാത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ലേണിംഗ് ആപ്പിൽ നമ്മൾ കൃത്യമായിട്ട് ആ പ്രൊജക്റ്റൈൽ പാത്തിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ലേണിംഗ് ആപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു ദർ വിൽ ഓൾവേസ് എ പാരാബോളിക് പാത്ത്. ഏത് പാത്താണ് കിട്ടുന്നത് പറഞ്ഞിരുന്നു? പാരാബോളിക് പാത്ത് ഒബ്റ്റെയിൻ ചെയ്യുമെന്ന് നമ്മൾ വീണ്ടും പറഞ്ഞിരുന്നതാണ്. സോ ഇനി ശ്രദ്ധിക്കണേ, എല്ലാവരും ഞാൻ ആ ചാപ്റ്റർ എടുത്തപ്പോൾ, ആ ഒരു പോർഷൻ എടുത്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെയോ റേഞ്ചിൻ്റെയോ അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിൻ്റെയോ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു തന്നെ. ഈ പ്രാവശ്യം ചോദിച്ചു. അതേപോലെ തന്നെ നോക്കണേ, 24ാമത്തെ ക്വസ്റ്റ്യനിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷനും റേഞ്ചിൻ്റെ ഇക്വേഷനും ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നോക്കണേ, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ബോർഡിനെ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് സഞ്ചരിച്ച് തിരിച്ച് അതേ പാത്തിലേക്ക് എത്താൻ എടുത്തിട്ടുള്ള സമയത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓർത്തിരിക്കണം, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് എങ്കിൽ ആ യുക്ക് 2 കമ്പോണൻസുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് 2 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ, ഇത് പ്രൊജക്ഷൻ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റയാണ് എങ്കിൽ നോക്കണേ, 2 കമ്പോണൻറ്റുകൾ, ഒന്ന് ഹൊറിസോണ്ടലും മറ്റൊന്ന് വെർട്ടിക്കലും. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റയായിരിക്കും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റയായിരിക്കും. നോക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു വസ്തുവിന് മുകളിലോട്ട് എറിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സ്പേസിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡിനെ നമ്മൾ എറിയേണ്ടത് നേരെ വെർട്ടിക്കലി അപ്വേർഡ് ആയിരിക്കണം. അഥവാ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഏത് ഇക്വേഷൻ ആയിരിക്കും? ഇസ് എലോങ് വൈ ഡയറക്ഷൻ. അത് പ്രൊജക്റ്റൈൽ മോഷനിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഒന്നുകിൽ എക്സ് ആക്സ് ആണെങ്കിൽ എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും നിങ്ങൾ അവസാനമായിട്ട് എടുക്കേണ്ടത്. വൈ ആക്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ വൈ ഡയറക്ഷൻ എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കണേ, ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വൈ ഡയറക്ഷനാണ്. സോ വൈ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ടൈം കാണാൻ നമുക്ക് 2 ഇക്വേഷൻ, ഒന്നുകിൽ v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ദി ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, പ്രശ്നമില്ല, നമുക്ക് 2ാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായിരിക്കും ഒന്നുകൂടി ഈസി. സോ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വൈ ഡിസ്റ്റൻസ് ആണ്. സോ എസ് വൈ യു വൈ എ വൈ. സോ വൈ ഡിസ്പ്ലേസ്മെന്റ്, ഇത് മുകളിലോട്ട് തന്നെ പോയിട്ട് തിരിച്ച് താഴേക്ക് തന്നെ വരില്ലേ? വൈയിൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ടോ? നോ. സോ വൈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0. നോക്കണേ, ഇത് യു എക്സ് ആണ്, ഇത് യു വൈ ആണ്. സോ വൈ ആക്സിൽ ഉണ്ടാകുന്ന ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യു സൈൻ തീറ്റ ഇൻ ടു ടി. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഫ്രീ ഫോൾ ആണല്ലോ, എപ്പോഴും -g ആയിരിക്കും. സോ മൈനസ് എന്തുണ്ടായിരിക്കും? ഹാഫ് ജി ടി സ്ക്വയർ. ഈ -1/2 കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹാഫ് ജി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി ആണ്. ഇവിടുന്ന് ടി ക്യാൻസൽ ആയി പോകും. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ആ കിട്ടുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? ജി. സോ ഇറ്റ് ഈസ് ദി ടൈം ഓഫ് ഫ്ലൈറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ,
നെക്സ്റ്റ് ശ്രദ്ധിക്കണേ, ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് റേഞ്ചിൻ്റെ ഇക്വേഷനാണ്. സ്വാഭാവികമായിട്ടും റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോഡി ഒരു പരാബോളിക് പാത്ത് ഫോളോ ചെയ്യും. ആ പരാബോളിക് പാത്തിൻ്റെ ഈ ഒരു കാണുന്ന എക്സ് ഡിസ്റ്റൻസ് അതിന് പറയുന്ന പേരാണ് റേഞ്ച്. സോ ദി മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ബോഡി. അങ്ങനെ നോക്കണേ, നമുക്കറിയാം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഇക്വേഷൻ. സോ നോക്കണേ, ഇവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കണം, എടുക്കേണ്ട വെലോസിറ്റി ഏതായിരിക്കണം? ഹൊറിസോണ്ടൽ വെലോസിറ്റി, ബിക്കോസ് ദ ഡിസ്റ്റൻസ് ഈസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നോക്കണേ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ദാറ്റ് ഈസ് യു കോസ് തീറ്റ ആയിരിക്കും. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. ആ കാണുന്ന ടൈം ഓഫ് ഫ്ലൈറ്റാണ്. കാരണം ഇവിടുന്ന് സഞ്ചരിച്ച് ഇവിടേക്ക് എത്താൻ എടുത്ത സമയം, ആ സമയത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ഇറ്റ് ഇസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷൻ നേരെ അപ്ലൈ ചെയ്യാം. ഈസ് ഈക്വൽ ടു നോക്കണേ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രിഗ്നോമെട്രിക് റിലേഷൻ സൈൻ 2 തീറ്റയാണ്. അപ്പോൾ യു ഇൻറ്റു യു സ്ക്വയർ ആയിട്ട് മാറും. ബാക്കി എന്തായിരിക്കും? സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. സോ ഇറ്റ് ഈസ് ദി റിലേഷൻ ഫോർ ദി റേഞ്ച്. ഇതാണ് നമുക്ക് കിട്ടുന്ന റേഞ്ചിൻ്റെ റിലേഷൻ. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി റേഞ്ചിൻ്റെ ഇക്വേഷനും ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി എന്നുള്ള റിലേഷനുമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ യൂണിഫോം മോഷൻ ആണ്. നമുക്കറിയാം യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബോഡി ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. സച്ച് മോഷൻസ് ആർ കോൾഡ് യൂണിഫോം മോഷൻ ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആവണം. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആവണം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. നോക്കണേ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഇതാണ്. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഗീവ്സ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഈ കാണുന്നത്. ഇനി ശ്രദ്ധിക്കണേ, യൂസിങ് ദി ഗ്രാഫ് ഒബ്റ്റെയിൻ ആൻ ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു v0 t പ്ലസ് ഹാഫ് a t സ്ക്വയർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി വേണം. അപ്പോൾ ഈ ഗ്രാഫിന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് മുകളിലോട്ട് പൊക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ ഡിറൈവ് ചെയ്യാം. ഇവിടെ സ്ലോപ്പിൽ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. സ്ലോപ്പ് എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് തന്നെയാണ്. സോ ഈ കാണുന്ന വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിയും ഈ കാണുന്ന വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയും ഈ കാണുന്ന ടൈം ഫൈനൽ ടൈമുമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കണേ, നമുക്ക് ഏത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണല്ലോ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടാൽ മതി? ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരു സംശയമില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടാൽ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം, സോ യു ടി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ് നോക്കണേ അതിൻ്റെ ഈ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ടി ആണ്. ഹൈറ്റ് എത്രയായിരിക്കും? ഈ കാണുന്ന ദൂരം. സോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം വി ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം യു ആണ്. അപ്പോൾ ഈ കാണുന്ന ദൂരം എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആയിരിക്കും. സോ വി മൈനസ് യു ഇസ് ദി ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നോക്കണേ, നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെന്നറിയാം. ഈ യു ഇങ്ങോട്ട് വരുമ്പോൾ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? എ ടി ആണ്. സോ വി മൈനസ് യുവിന് പകരം എ ടിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വി മൈനസ് യുവിൻ്റെ സ്ഥാനത്ത് എ ടി. അപ്പോൾ എ ടി ഇൻറ്റു ടി, എ ടി സ്ക്വയർ. സോ ഇറ്റ് ഈസ് ദി ഇക്വേഷൻ ഡെറിവേഷൻ. ഓക്കെ, സോ നോക്കണേ, ഇവിടെ ക്വസ്റ്റ്യനിൽ V0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ ഈ വെലോസിറ്റി നിങ്ങൾ V0 എന്ന് കൊടുത്താൽ മതി. സോ ഈ കാണുന്ന വെലോസിറ്റി V0 ആയിട്ട് മാറും. ഇത് നമുക്ക് V0 ആയിട്ട് കിട്ടും. എങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ V0 തന്നുകൊണ്ട് നമ്മൾ V0 തന്നെ കൊടുത്തു. സോ ഈ കിട്ടുന്ന ആൻസർ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ദാറ്റ് ദി ടോ ഇസ് ഈക്വൽ ടു dl ബൈ dt എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യമായിരുന്നു ദി ആങ്കുലാർ മൊമെൻറ്റം പി ഇസ് ഈക്വൽ ടു എം വി എന്നുള്ള ഇക്വേഷനും അതേപോലെ തന്നെ ആങ്കുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻ ടേംസ് ഓഫ് മാസിന് ഐ ആണെന്നും വിക്ക് നമുക്കെന്തും പറയാറുണ്ട്? ഒമേഗ ആണെന്നും ഒക്കെ പറയാറുണ്ട്.
ശ്രദ്ധിക്കണേ, അവിടെ റൊട്ടേഷൻ മോഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് ഈസ് ഈക്വൽ ടു dl/dt എന്ന് കിട്ടിയിരുന്നു. അഥവാ വി ക്യാൻ സേ ദാറ്റ് F ഈസ് ഈക്വൽ ടു ma എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് റൊട്ടേഷനിലേക്ക് വരുമ്പോൾ എഫ് ഇൻ ടേംസ് ഓഫ് എന്തായിരിക്കും, റൊട്ടേഷൻ നമ്മൾ ടോർക്ക് എന്നാണ് പറയാറുള്ളത്. ആൻഡ് ലീനിയർ മൊമെൻറ്റം ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദി ആംഗുലാർ മൊമെൻറ്റം. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, dl/dt ആയിരിക്കും. നോക്കണേ, അതിൽ പിന്നീട് ചോദിച്ചിട്ടുള്ളത് സ്റ്റേ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. ഒരു സംശയവുമില്ല, ഇഫ് നോ ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി, അഥവാ ഒരു ബോഡിയിൽ ഒരു ടോർക്കും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ, അഥവാ ടോർക്ക് 0 ആയാൽ സ്വാഭാവികമായിട്ടും എന്ത് 0 ആയിട്ട് മാറും, dt 0 ആയി പോകും. ബാക്കി dl ഈസ് എ 0. dl 0 ആണെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റന്റ്. ഓർത്തിരിക്കണേ, അവിടെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ക്ലാസ്സിൽ അതേപടി ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇനിയെങ്കിലും പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കണേ, അതിനുശേഷം പറഞ്ഞിരുന്നത് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ മോഷൻ ഇൻ വിച്ച് ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു മോഷൻ്റെ മോഷൻ എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് സ്പിന്നിങ് ഓഫ് എ ബൈസിക്കിൾ വീൽ. ബൈസിക്കിൾ വീലിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, സ്പിന്നിങ് ചെയ്യുന്നത് നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും, ഈ പറഞ്ഞ മൊമെൻറ്റം കൺസർവേഷന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എ ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ഹീറ്റ് എനർജി. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദി ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ് കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരുന്ന 3 ടേംസുകളായിരുന്നു അത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദി ഹൗ സീ ബ്രീസ് ആർ ഒക്കെ. അതും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചു വന്നിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. നമുക്കറിയാം നല്ല ചൂടുള്ള സമയങ്ങളിൽ ലാൻഡ് ഭയങ്കര ചൂടായിരിക്കും, അവ വാട്ടർ അല്ലെങ്കിൽ സീ ഏരിയകളൊക്കെ എന്തായിരിക്കും കുറച്ച് കൂളായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് കുറവായിരിക്കും. സോ അവിടെ ഉണ്ടാകുന്ന പ്രഷർ, അത് കാരണമാണ് അവിടെ എന്തുണ്ടാകുന്നത്, സീ ബ്രീസുകൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ അതായിരുന്നു, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി 2 മാർക്കിന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ബോട്ടം ഓഫ് എ കുക്കിംഗ് വെസൽസ് ആർ ബ്ലാക്ക് ആൻഡ് ഗിവ് റീസൺ. നമുക്കറിയാം നമ്മൾ കുക്ക് ചെയ്യുന്ന വെസൽസുകളുടെ അടിഭാഗം കറുത്ത കളറിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് കളർ ആവാനുള്ള കാരണം ബ്ലാക്ക് ബോഡി ഈസ് എ ഗുഡ് അബ്സോർബർ. ബ്ലാക്ക് ബോഡി എന്തായിരിക്കും, ഒരു ഗുഡ് ഹീറ്റ് അബ്സോർബർ ആണ്. ഹീറ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കുക്കിംഗ് വെസൽസുകളുടെ അടിവശം ബ്ലാക്ക് കളറിലാക്കിയിട്ടൊക്കെ കൊടുക്കാനുള്ള കാരണം. ഹി ക്യാൻ എന്താ പറയാൻ പറ്റും, ക്യാൻ അബ്സോർബ് ദി ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് ചൂടുള്ള സമയങ്ങളിൽ എന്തിടാൻ പാടില്ല, കറുത്ത ഷർട്ടുകൾ അല്ലെങ്കിൽ കറുത്ത ഡ്രസ്സുകൾ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഇടാന്ന് പരമാവധി ഒഴിവാക്കണമെന്ന് പറയാറുണ്ട്. അതിനുള്ള കാരണം അത് തന്നെയാണ്, ചൂട് വല്ലാണ്ട് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബ്ലാക്ക് ഷർട്ടുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉള്ളത്. ഇത് നോക്കണേ, നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് ഒരു 3 ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേരിയസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ വെഹിക്കിൾ നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കണേ, ബാങ്കിങ് ഓഫ് റോഡിൽ നോക്കണം, ഒരു ചെരിഞ്ഞ റോഡാണ്. നമുക്കറിയാം ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. സാധാരണ നല്ല കർവുള്ള റോഡിലൊക്കെ ആ ഒരു റോഡിനൊരു ചെരിവുണ്ടായിരിക്കും, അതിനെ നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. സോ ഇതൊരു കാറാണെന്ന് അസ്യൂം ചെയ്യാം. സോ നോക്കണേ, ഇത് ആംഗിൾ തീറ്റയാണ്. സോ ഈ ഒരു കാറിന് എന്തുണ്ടായിരിക്കും, ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും, അതെപ്പോഴും പെർപെൻഡിക്കുലർ ടു ദി കോണ്ടാക്ട് സർഫസ് ആയിരിക്കും. നോക്കണേ, ഇതിന് ഈ എന്ന് പറഞ്ഞ നോർമൽ ഫോഴ്സിന് 2 കമ്പോണൻറ്റുകൾ ഉണ്ടായിരിക്കും, ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഇത് ആംഗിൾ തീറ്റ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എൻ കോസ് തീറ്റ ആൻഡ് ഇറ്റ് ഈസ് എൻ സൈൻ തീറ്റ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കണേ, ഇതിൻ്റെ mg എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, നേരെ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും mg എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാത്രമല്ല ഈ ഒരു ഡയറക്ഷൻ ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് മാക്സിമം ഫ്രിക്ഷൻ എഫ് മാക്സിമം. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ 2 കമ്പോണൻ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇത് ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും, തീറ്റയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണൻറ്റ് എഫ് മാക്സിമ അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റയായിരിക്കും. ഈ കാണുന്ന കമ്പോണൻറ്റ് എഫ് എസ് സൈൻ തീറ്റയായിരിക്കും.
സോ ഇതാണ് ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണിക്കാനുള്ള ടോട്ടൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കണേ, നോർമൽ റിയാക്ഷൻ 2 കമ്പോണന്റ് n cos θ n sin θ, ഫ്രിക്ഷണൽ ഫോഴ്സ് 2 കമ്പോണന്റ് F cos θ F sin θ, ആൻഡ് mt is always downward ആയിരിക്കും. ഇനി നോക്കണേ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ്. മാക്സിമം സേഫ് സ്പീഡ് ഉണ്ടാകുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. കമ്പോണൻസ് സോൾവ് ചെയ്താൽ മതി. നമുക്ക് നോക്കണേ, അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഡൗൺവേർഡ് സോഴ്സ്. അപ്പോൾ n cos θ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? Fs sin θ പ്ലസ് എന്തായിരിക്കണം? mt. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് n cos θ ഈസ് ഈക്വൽ ടു ഈ Fs sin θ പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എന്തായിട്ട് മാറും? Fs sin θ ഈസ് ഈക്വൽ ടു mt എന്ന് കിട്ടും. Fs എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം, അല്ലെങ്കിൽ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് mu n. സോ mu n sin θ ഈസ് ഈക്വൽ ടു mt. ഇവിടുന്ന് എന്നിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് cos θ മൈനസ് mu ഇൻറ്റു sin θ ഈസ് ഈക്വൽ ടു mt എന്നായിരിക്കും. സോ ഇവിടുന്ന് നമുക്ക് എൻ്റെ ഇക്വേഷൻ കിട്ടും, n ഈസ് ഈക്വൽ ടു mt ഡിവൈഡഡ് ബൈ cos θ minus mu sin θ. So it is the normal reaction. So ഈ വെർട്ടിക്കൽ ഫോഴ്സിനെ സോൾവ് ചെയ്തിട്ട് അവിടെ നമ്മൾ n എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ ഇക്വേഷൻ കണ്ടെത്തി. ഇനി സിമ്പിളാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നോക്കണം, ഇത് സർക്കിളാണ്, ഒരു കർവാണ്. ഒരു കർവിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ സെൻട്രലോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, ദാറ്റ് ഈസ് mv²/r. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ mv²/r ഈസ് ഈക്വൽ ടു n sin θ പ്ലസ് എന്ത് കിട്ടും? Fs cos θ അല്ലെങ്കിൽ F max cos θ എന്ന് പറയാം. സോ നോക്കണേ, സോ വി ക്യാൻ സേ mv²/r ഈസ് ഈക്വൽ ടു n sin θ പ്ലസ് എന്ത് കിട്ടും? mu s അല്ലെങ്കിൽ mu n എന്ത് കിട്ടണം? cos θ. ആ രണ്ട് ടേമിലും ഏതിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം? എന്നിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കണേ, mv²/r ഈസ് ഈക്വൽ ടു n ഇൻറ്റു sin θ പ്ലസ് mu cos θ എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് കണ്ടത് വെലോസിറ്റിയാണ്. എന്നിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ആ എന്നിൻ്റെ വാല്യൂ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യാൻ പോകുന്നത് mv²/r ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്താണ് വരുന്നത്? mg ഡിവൈഡഡ് ബൈ cos θ മൈനസ് mu sin θ. ബാക്കി മുകളിൽ വരുന്നത് sin θ പ്ലസ് mu cos θ എന്നായിരിക്കും. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് m എന്തായിട്ട് പോകും? ക്യാൻസലായി പോകും. ഈ ഹോൾ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു cos θ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇക്വേഷനിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. നോക്കണേ, v²/r ഈസ് ഈക്വൽ ടു g ഇൻറ്റു ഇവിടെ cos θ ഡിവൈഡ് ചെയ്യുമ്പോൾ sin θ ബൈ cos θ എന്തായിരിക്കും? tan θ ആയിരിക്കും. ഇവിടെ cos θ ബൈ cos θ ക്യാൻസൽ ആയി പോയി. ബാക്കി അവിടെ mu പ്ലസ് എന്ത് വരും? tan θ ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ cos θ ഡിവൈഡ് ചെയ്യുമ്പോൾ cos θ ബൈ cos θ 1 ആയിട്ട് മാറും. മൈനസ് എന്ത് കിട്ടും? mu sin θ ബൈ cos θ എന്ന് പറഞ്ഞാൽ tan θ എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് ദി ആൻസർ. ഈ ആറിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. സോ v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ r ഇൻറ്റു g. സോ r g ഇൻറ്റു mu പ്ലസ് tan θ ഡിവൈഡഡ് ബൈ 1 മൈനസ് mu tan θ. സോ ഇറ്റ് ഈസ് ദി ആൻസർ. സോ വളരെ സിമ്പിളാണ്, അധിക ഡെറിവേഷൻ ഒന്നും ഇല്ലാത്ത, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം, അതിൽ സി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന സർക്കുലർ റോഡ്, റേഡിയസ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്. ഇനി വീൽ ഓഫ് ദി കാർ ഓഫ് റോഡ്, റേഡിയസ് തന്നിട്ടുണ്ട്. നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദി കാർ ആയിരുന്നു. ഒപ്റ്റിമം സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റയാണ് ഇക്വേഷൻ. സോ നോക്കണേ, റൂട്ട് ഓഫ് ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് 300 ആണ്. ജീൻ്റെ വാല്യൂ 9.8 ആണ്. ദാറ്റ് ഈസ് ടാൻ 15. ആംഗിൾ എത്ര തന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് 15 ആണ് തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 28.9 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വെലോസിറ്റി ആയിട്ട് കിട്ടുന്നത്. 28.9 അല്ലെങ്കിൽ 28.7 ആ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ആൻസർ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കണേ, ഇങ്ങനെയാണ് നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഇവിടെ തന്നിരിക്കുന്നത് പ്രൊജക്റ്റ് കുറച്ച് ടേംസ് ഒക്കെ പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ് ഫ്രം എർത്ത്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
നോക്കണേ, നമുക്കറിയാം ഒരു ബോഡി മുകളിലോട്ട് അങ്ങനെ പോകണം, അതിൻ്റെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എസ്കേപ്പായി പോകണം. അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മിനിമം കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണേ, കൈനറ്റിക്കിൻ്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്, ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ജി എം ബൈ ആർ ആണ് ഇക്വേഷൻ വരുന്നത്. നോക്കണേ, ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടുന്ന് വെലോസിറ്റി കണ്ടാൽ മതി. സോ ദാറ്റ് വെലോസിറ്റി ഈസ് എസ്കേപ്പ് വെലോസിറ്റി അല്ലേ? ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? പൊട്ടൻഷ്യൽ എനർജിനേക്കാൾ കൂടുതലോ അതല്ലെങ്കിൽ ഈക്വലോ ആവണം. എങ്കിൽ ആ ബോഡി മുകൾക്ക് പോയി കൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം ആണ് പറഞ്ഞിട്ടുള്ളത്. മിനിമം വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. സോ അതാണ് കാണാം, മിനിമം ആകുമ്പോൾ ഇപ്പോൾ ഈക്വൽ. സോ ഇവിടുന്ന് എം എന്തായിട്ട് പോകും? ക്യാൻസൽ ആയി പോകും. 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gm ബൈ ആർ എന്ന് കിട്ടും. സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm ബൈ ആർ എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണേ, നമുക്കറിയാമായിരുന്നു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയിരുന്നത്? gm ബൈ ആർ സ്ക്വയർ എന്നാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നോക്കണം, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മുകളിൽ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 × r എന്ന് പറഞ്ഞാൽ r സ്ക്വയർ ആയിട്ട് മാറും. ഇനി ശ്രദ്ധിച്ചോ, gm ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ g ആണ്. സോ നമുക്ക് കൃത്യമായിട്ട് ഇതേ ഇക്വേഷൻ നമുക്ക് 2gm ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ g ഇൻറ്റു ക്യാപിറ്റൽ ആർ. സോ ദറ്റ് ഈസ് ദി എസ്കേപ്പ് വെലോസിറ്റി റൂട്ട് 2gr. നോക്കണേ, ജിൻ്റെ വാല്യൂ 9.8 m/s² ആണ്, ആറിൻ്റെ വാല്യൂ 6400 ആണ്. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 11.2 km/s. മനസ്സിലാക്കണം, ഒരു ബോഡിനെ 11.2 km/s വേഗതയിൽ ഈ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു പിന്നെ ഒരു കാരണവശാലും തിരിച്ച് ഭൂമിയിലേക്ക് വരില്ല. ദാറ്റ് ഈസ് ദി എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം, ഷോ ദാറ്റ് എസ്കേപ്പ് സ്പീഡ് ഈസ് റൂട്ട് 2 ടൈംസ് ഓഫ് ദി ഓർബിറ്റൽ വെലോസിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. നോക്കണേ, നമുക്കറിയാം ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ റൂട്ട് gr ആണ്. ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നോക്കണേ, അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ഇതിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക, റൂട്ട് 2 ഇൻറ്റു റൂട്ട് gr. അപ്പോൾ നോക്കണേ, റൂട്ട് gr എന്ന് പറഞ്ഞാൽ VO ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു VO. സോ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് 2 ടൈംസ് ഓഫ് ദി ഓർബിറ്റൽ വെലോസിറ്റി. സോ ഇറ്റ് ഈസ് ദി സെക്കൻഡ് ആൻസർ. ഇനി ശ്രദ്ധിക്കണേ, റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ്. ജിയോ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, പേര് തന്നെ മനസ്സിലാക്കുക, സ്റ്റേഷനറി. സോ ജിയോ സ്റ്റേഷനറി, സോ ഇത് സ്റ്റേഷനറി, അത് റെസ്റ്റിലായിരിക്കും വിത്ത് റെസ്പെക്ട് ടു എർത്ത്. എർത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എർത്തിൻ്റെ ഒപ്പം റെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അത് മൂവ് ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം, വിത്ത് റെസ്പെക്ട് ടു എർത്താണ്. അപ്പോൾ എർത്ത് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ആര് മൂവ് ചെയ്യുന്നുണ്ടെന്നർത്ഥം? ആ ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എർത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആര് റെസ്റ്റിലായിരിക്കും? ആ ഒരു സാറ്റലൈറ്റ് റെസ്റ്റിലായിരിക്കും. അതാണ് നമ്മൾ ജിയോ സ്റ്റേഷനറി എന്ന് പറഞ്ഞത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കണം, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എർത്തിൻ്റെ ഒരു 1/3 ഭാഗം മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എർത്ത് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ അതും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു എർത്ത് പറയുമ്പോൾ ഇറ്റ്സ് സ്റ്റേഷനറി അഥവാ റെസ്റ്റിലാണെന്ന് പറയാം. ഇനി പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിവോൾവ്സ് ഇൻ എ പോളാർ റീജിയൻ. ഓർത്തിരിക്കണേ, അത് പോളാർ റീജിയനിലൂടെ അത് ചെയ്തുകൊണ്ടിരിക്കും, ഭൂമിനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. വിച്ച് മീൻസ് നമുക്കൊരു കംപ്ലീറ്റ് എർത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അല്ലെങ്കിൽ പോളാർ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എർത്തിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം എർത്ത് കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് ഇവ തമ്മിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സുകൾ. നോക്കണേ, ഇനി 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Derive an expression for capillary rays in capillary tube. ഒരു capillary ട്യൂബിൽ ഉണ്ടാകുന്ന capillary raysൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ വാട്ടറിലൊക്കെ ഇങ്ങനെ താഴ്ന്ന് കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗം നമ്മൾ പാടത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ചില പാടത്തിൽ ചില ഹോളിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, വെള്ളം പൊങ്ങി നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. സോ capillary rays, അതിന് പറയുന്ന പേരാണ് capillary rays എന്നുള്ളത്. ഓക്കെ, നോക്കണേ, അപ്പോൾ അതുപോലെ ഇവിടെ വെള്ളം ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുകയാണ്. സോ ഇറ്റ്സ് റേഡിയസ് A ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ, സോ ഇറ്റ് ഈസ് ദി റേഡിയസ് R ആണ്. ഈ കാണുന്ന ഡിസ്റ്റൻസ് A ആയിട്ട് എടുക്കാൻ പോവാണ്.
അവിടെ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ആ ട്രയാങ്കിൾ ഞാനൊന്ന് എടുത്ത് വരയ്ക്കണം. ഇത് റേഡിയസും ഇത് എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നോക്കണേ, ഈ കാണുന്ന ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കോസ് തീറ്റ പറയാൻ പറ്റും. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആർ കിട്ടും. ആർ ഈസ് ഈക്വൽ ടു എ ബൈ കോസ് തീറ്റ. ആർ ഈസ് ഈക്വൽ ടു എ ബൈ കോസ് തീറ്റ. സോ ശ്രദ്ധിക്കണേ, നമുക്കിവിടെ ഉണ്ടാകുന്ന പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്കറിയാം, അഥവാ ചേഞ്ച് ഇൻ പ്രഷർ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു, നമുക്കറിയാമായിരുന്നു. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഡെൽറ്റ പി ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ വി ഒബ്റ്റെയിൻ എന്താ കിട്ടുന്നത്? 2s ഡിവൈഡഡ് ബൈ ആർ അല്ലേ? നമ്മളെന്ത് പറഞ്ഞിരുന്നു? ബബിളിൻ്റെ കേസും അതേപോലെ തന്നെ പ്രഷർ അല്ലെങ്കിൽ എക്സസ് പ്രഷർ ഇൻ എ ബബിളും അതേപോലെ തന്നെ നമ്മൾ എന്തും പറഞ്ഞിരുന്നു? നമ്മൾ ജസ്റ്റ് അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒബ്ജക്റ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, ബബിളിനെ കുറിച്ചും അതേപോലെ തന്നെ വി ആൾസോ ഡ്രോപ്പിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അവിടെ സമയം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ചേഞ്ച് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ 2s ബൈ ആർ ആയിരിക്കും എന്നുള്ളത്. നോക്കണേ, മാത്രമല്ല നമുക്കൊരു ഇക്വേഷൻ അറിയാം, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ് അല്ലേ? കാരണം ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. സോ ചേഞ്ച് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. ഈ രണ്ട് ഇക്വേഷനോടെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എച്ച് റോ ജി ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? 2s ബൈ ആർ. സോ ഇവിടുന്ന് എച്ച് കാണാൻ പറ്റും, അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 2s ബൈ ആർ എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റയാണ്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. കോസ് തീറ്റ എങ്ങോട്ട് വരും? മുകളിലോട്ട് വരും. സോ ഇവിടെ നമുക്ക് ഹൈറ്റ് കാണാം. സോ ഹൈറ്റ് അതല്ലേ കാപ്പിലറി റൈസ്. സോ ഹൈറ്റ് ആണ് കാണേണ്ടത്. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ റോ ജി. സോ ഇറ്റ് ഈസ് ദി ഇക്വേഷൻ ഫോർ കാപ്പിലറി റൈസ്. ഇതാണ് ഏതിൻ്റെ ഇക്വേഷൻ ഉള്ളത്? കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ ഉള്ളത്. ഇനി അതിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിന് എക്സ്പ്ലെയിൻ ദി ആക്ഷൻ ഓഫ് ഡിറ്റർജൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമായിരുന്നു ഡിറ്റർജൻസുകൾ എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളത്. എങ്ങനെ പറഞ്ഞിരുന്നത്? ഡിറ്റർജൻസിന് 2 പോർഷൻസ് ഉണ്ടായിരിക്കും, ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക്. സോ ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ ദേ ആൾവേസ് ലവിങ് വാട്ടർ. സോ വാട്ടറിനെ ലവ് ചെയ്യുന്ന പോർഷൻ ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡിറ്റർജൻസ് അല്ലെങ്കിൽ ഡിറ്റർജൻസ് യൂസ് ചെയ്യുമ്പോൾ ആ ഡിറ്റർജൻസ് ഉണ്ടാകുന്ന ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക് പോർഷൻസുകളും കൂടി ചേർന്ന് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന അഴുക്കുകൾ അവ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇതിനേക്കാൾ ഉപരി നമ്മൾ കെമിസ്ട്രിയിൽ കൃത്യമായിട്ട് നമ്മളത് പഠിച്ചിരുന്നു. അതിൻ്റെ ചെയിൻ റിയാക്ഷൻ ഒക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിരുന്നതാണ്. നമുക്ക് ചെയിൻ റിയാക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 2 സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൽ മതി? എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതാണ് നമുക്ക് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാകുന്ന ഫിസിക്സിലെ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകളായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസുകളും. ഇൻഡയറക്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസുകൾ തന്നിട്ടോ ഒന്നും കുഴപ്പിക്കാത്ത വളരെ സിമ്പിളായിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളായിരുന്നു. ഓക്കെ, നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ വീഡിയോ ക്ലാസ് എടുത്തതിന് ശേഷം അത് ലേണിംഗ് ആപ്പിൽ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളതിൻ്റെ റിവിഷൻ നടത്തിയിട്ടുണ്ടായി. ആ റിവിഷനിൽ നമ്മൾ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങളായിരുന്നു ഇപ്രാവശ്യം എക്സാമിന് നിങ്ങളുടെ ഈ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ പറയുന്ന ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലുണ്ടാകുന്ന എക്സാമുകളുടെ വീഡിയോസുകളൊക്കെ അല്ലെങ്കിൽ ആൻസേഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? അടുത്തൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു എക്സാമിന് എന്ത് ചെയ്യാം? കണ്ടെത്താം. ഓക്കെ, താങ്ക് യു ഓൾ.